ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പം മുതൽ പോയിട്ടുള്ള എൻ്റെ നാട്ടിലുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക്, ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രമല്ലേ എനിക്കിങ്ങനെ പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പറ്റുന്ന അവസരത്തിലൊക്കെ ഞാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ചെറുപ്പം മുതൽ എന്ന് പറയുമ്പം ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഞാൻ 8ലൊക്കെ പഠിക്കുന്ന സമയത്താണ്. ആ ഒരു സമയം മുതൽ ഞാൻ ഈ ഒരു അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ. നമുക്ക് ഈ മേലോട്ട് പോയാൽ കുറുക്ക് വഴിയും ഇതിലേ പോയാൽ മെയിൻ റോഡും എത്തും കേട്ടോ. അപ്പോൾ നമുക്ക് കുറുക്ക് വഴി കൂടെയാണ് നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നത്. വെച്ച ഹായ് പറ, ഹായ് പറ. ഓ നമ്മളിപ്പോൾ കുറുക്ക് വഴി കൂടെ ആട്ടോ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുന്നത്. എടുത്ത് ഇത്രയും കാണിച്ചു തരാം. ഇതാ ഈ വീടിൻ്റെ അപ്പുറത്താണ് നമ്മളെ വീട്. അപ്പോൾ ഇത്രയും അടുത്താണ് കേട്ടോ ഈ ഒരു ആയുർവേദ ഡിസ്പെൻസറി. വലിയ ഹോസ്പിറ്റലാണിതാ. നാട്ടിൽ വരുമ്പോഴേ ഈ ഒരു രസം കിട്ടാറുള്ളൂ കേട്ടോ. കാരണം അവിടെ ഇങ്ങനെയൊന്നും നടക്കാൻ സ്ഥലമില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ പെട്ടെന്ന് നമുക്ക് ഷോർട്ട് കട്ട് കയറി അമ്പലത്തിൻ്റെ ആ വഴി എത്താൻ പറ്റും കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഭഗവതിക്കാവും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ മെയിൻ റോഡ് വഴി പോവുകയാണെങ്കിൽ അവിടെ ഒരു മുത്തപ്പൻ മടപ്പുരയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഞായറാഴ്ച ഈ ഒരു അമ്പലത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുറേ ആയി സാരി ഉടുക്കണം, സാരി ഉടുത്ത് അമ്പലത്തിൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സാരി ഉടുത്ത് തന്നെ അമ്പലത്തിൽ പോയിട്ടോ. പിന്നെ മക്കളെയൊക്കെ കൂട്ടി ഇങ്ങനെ പോകുമ്പോൾ രാവിലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും അവരെ എന്തായാലും എണീക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എൻ്റെ സൗണ്ടിന് ഇവിടെ വന്നിട്ട് ഇവിടെ നല്ല മഴ ഉണ്ടോ. കണ്ണനോട് ചോദിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞു അവിടെ മഴയേ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ എത്രയോ ദിവസമായി വെയിൽ കണ്ടിട്ട് അതുപോലത്തെ മഴയാണ്. അപ്പോൾ എനിക്ക് വെള്ളം മാറിയതിൻ്റെയൊക്കെ ആയിരിക്കും എൻ്റെ സൗണ്ടൊക്കെ മൊത്തമായിട്ട് പോയി. പിന്നെ സൗണ്ട് നോക്കി ഇരുന്നാൽ എൻ്റെ വീഡിയോ ഇടൽ കഴിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ എടവൂർ ശിവക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. എത്രയോ സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ പണ്ട് ഇത് എണ്ണിയിട്ടുണ്ട്, ഇപ്പം എനിക്ക് ഓർമ്മയില്ല 80 ആണോ എത്ര സ്റ്റെപ്പ് ഉണ്ട്, പണ്ട് എണ്ണിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു കുളമുണ്ട് കേട്ടോ, അമ്പലത്തിൻ്റെ കുളമുണ്ട്. അപ്പം അവിടെ നമുക്ക് പോകാം. അമ്പലത്തിൻ്റെ കുളമാണോ എന്തോ ഒരു കുളം ഇപ്പോൾ പണിതിട്ടുണ്ട്, കുറച്ചായിട്ടുള്ളൂ, കുറച്ച് വർഷം 3-4 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ പണ്ടൊന്നും ഈ അമ്പലമേ ഇങ്ങനെ അല്ലായിരുന്നു. ഈ സ്റ്റെപ്പിനാണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അമ്പലത്തിന് ഈ പുറത്ത് കാണുന്ന ഭാഗങ്ങളൊന്നുമില്ല, ചെറിയൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് അത് കുറച്ചും കൂടെ ഒന്ന് മോടി പിടിപ്പിച്ചെന്ന് പറയുമല്ലോ, അങ്ങനെ ആക്കി കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു അമ്പലമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ അവിടെ നിന്ന് ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, വീഡിയോസൊന്നും കാര്യമായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, പറ്റുന്ന പോലെയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ വിളിച്ച് എന്നാൽ ടൗണിൽ കൂടെ വരാം. ഇതിലെ വരുമ്പോൾ ഭയങ്കര വെള്ളമായിരുന്നു. പോകുന്ന വഴിക്ക് തന്നെ ചെടികത്തെ വെള്ളമൊക്കെ ഇങ്ങനെ നമ്മുടെ സാരിയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ വെച്ച് തിരിച്ച് വരുമ്പം ടൗണിൽ കൂടെ വരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഹോം ടൗൺ എന്ന് പറയാം, ചെറിയൊരു സ്ഥലം. നമ്മളെ ഇരിട്ടി എന്ന് പറഞ്ഞാൽ പ്രധാന സ്ഥലത്ത് നമുക്ക് ഇങ്ങോട്ടൊരു 3 കിലോമീറ്റർ എങ്ങാനും ഉള്ളൂ കേട്ടോ. അത്ര ദൂരമുള്ളൂ നമുക്ക്, അത്ര അടുത്താണ് ടൗണ്. പിന്നെ ഇവിടെ കാണുമ്പം നമ്മൾ വിചാരിക്കും ഭയങ്കര ഇങ്ങനെ കാട് കൂടിയതാണോ, പക്ഷേ റബ്ബറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ കുറേ അങ്ങോട്ട് പോകുമ്പോൾ പാടങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ആ സൈഡിലേക്കൊന്നും ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ കുളം. ഞങ്ങളവിടെ ഇറങ്ങാനൊന്നും നിന്നില്ല, കുട്ടികളുടെ സ്വഭാവം അറിയാമല്ലോ, അതുകൊണ്ട് ഞങ്ങളവിടെ ഇറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ നേരെ തിരിച്ച് വീട് പിടിച്ചു. പിന്നെ ഈ ഒരു ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ആ പുറകിലുള്ള ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങാണ് നേരത്തെ ഞാൻ വന്ന ആ വഴി. അപ്പോൾ ആലോചിച്ചാൽ മതി, ഇത്ര അടുത്ത് തന്നെയാണ്. പിന്നെ ഈ ഒരു ഗ്രൗണ്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അത്രയും വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ ഫുട്ബോളൊക്കെ കളിക്കാൻ വരുന്ന അങ്ങനത്തെ സ്റ്റേഡിയം ഒക്കെ കിട്ടുന്ന സൈസ് ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട് മാർച്ച് മാസത്തിലൊക്കെ. ആ സമയത്തൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വന്ന് എന്തായാലും വീഡിയോ എടുത്ത് കാണിച്ചു തരാം. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഇവിടെയൊക്കെ ആദ്യം ഫുള്ളായിട്ട് അക്കേഷ്യ മറ്റേ ഇതായിരുന്നു, നമ്മുടെ പഴശ്ശി ഡാമിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു ഇവിടെ.
അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് അക്വേഷ്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ്. എന്തെങ്കിലും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന ആദ്യം നമ്മുടെ ഇവിടെയാണ് കേട്ടോ വെള്ളം കയറുന്നത്. എൻ്റെ വീടിൻ്റെ അവിടെ കയറില്ലെങ്കിലും മുട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വഴിയിലൊക്കെ കാണും, അത്രയും വെള്ളം കയറാറുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒന്നും കാണാത്ത പോലെ വെള്ളം ഉണ്ടാകാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നിരുന്ന് നമ്മുടെ ടൗൺ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം സ്വന്തം ടൗണല്ല, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ടൗണ്. ഞങ്ങൾക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ, 10-15 അടി നടക്കാൻ, അങ്ങനെ അത്രയേ ഉള്ളൂ ദൂരമുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ട്, ബാങ്ക് അടക്കം എല്ലാ കാര്യങ്ങളും ഉണ്ട്. വളരെ ചെറിയൊരു ടൗണാണ്. നമുക്ക് അവിടെ തന്നെ മുത്തപ്പൻ മടപ്പുരയും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷോർട്സിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വഴി കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.